പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ദിവ്യ അൾത്താരയിൽ തിരുക്കുമാരനും ഈശോയ്ക്കും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇവിടെ നിൽക്കുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിച്ച ഈശോയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻസി ബെന്നി. ഞാൻ എറണാകുളം രൂപതയിൽ ഊന്നുകൽ ഇടവകാംഗമാണ്. 2022 ഞാൻ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിലാണ് എൻ്റെ ഒരു കൂട്ടുകാരി കൃപാസനം പത്രം നൽകുകയും ഈ കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത്. കൃപാസനം പത്രം വായിക്കുകയും യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്ത് ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ ആദ്യം തന്നെ പച്ചത്തിരിയും നീലത്തിരിയും പരിശുദ്ധ അമ്മയുടെ ഫോട്ടോ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് പ്രിൻ്റ് എടുത്ത് ഗൂഗിൾ സെർച്ച് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഞാൻ ഷാർജ പള്ളിയിൽ പോയി അച്ഛൻ്റെ അടുത്ത് ഈ നീലത്തിരിയും പച്ചത്തിരിയും പരിശുദ്ധ അമ്മയുടെ ഫോട്ടോയും വെഞ്ചിരിച്ച് എൻ്റെ ഞാൻ എൻ്റെ ബെഡിൽ തന്നെ പരിശുദ്ധ അമ്മയെയും ഈശോയെയും ഞാൻ പ്രതിഷ്ഠിച്ച് ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന നിയോഗം 2018 മഴക്കെടുതിയിൽ ഭവനം നഷ്ടപ്പെട്ടതാണ്. ഞങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് വേണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്ന് ഞങ്ങൾ ഹൈറേഞ്ചിലെ ഇടുക്കി രൂപതയിൽ മച്ചിപ്ലാവ് ഇടവകാംഗമായിരുന്നു. മച്ചിപ്ലാവ് ഇടവകയിൽ നിന്നും നൽകിയ ഫ്ലാറ്റിലാണ് 4 വർഷം ഞങ്ങൾ താമസിച്ചിരുന്നത്. ആ സമയത്ത് സ്വന്തമായൊരു വീട് പണിയാൻ ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ചു. ഞങ്ങൾ ആവശ്യപ്പെട്ട തുക ലഭിക്കുകയും മനോഹരമായൊരു ഭവനം ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. രണ്ടാമതായിട്ട് ഇവിടെ ഡോക്ടറെ കാണുന്ന സമയത്ത് എൻ്റെ ബ്രസ്റ്റിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടെന്ന് കണ്ടെത്തുകയും പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ക്യാൻസർ എന്ന രോഗം ബാധിച്ച് എൻ്റെ അപ്പച്ചൻ, എൻ്റെ ചേച്ചി, പലരും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേറെ പിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബ്രസ്റ്റിൽ ഒരു ഫൈബ്രോയിഡ് കണ്ടപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തി. 6 മാസം കൂടുമ്പോൾ ഫോളോ അപ്പ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ ദുബായിലേക്ക് തിരിച്ചുപോയി. എൻ്റെ പ്രാർത്ഥനകളും ഞാൻ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 6 മാസം ഫോളോ അപ്പ് ചെയ്തപ്പോൾ എൻ്റെ കക്ഷത്തിൽ നിറച്ച് കഴലകൾ, വീണ്ടും ഇഷ്ടംമാതിരി കഴലകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയമായി, പാരമ്പര്യമായിട്ടുള്ള ഈ രോഗം എനിക്കും കിട്ടിയോ എന്നുള്ളൊരു ചിന്ത. എന്നാലും പരിശുദ്ധ അമ്മയുടെ ജപമാല മുറുക്കെ പിടിച്ചുകൊണ്ട് അമ്മയുടെ കാശുരൂപം എൻ്റെ കൂട്ടുകാരി തന്നതാണ്. ആ കാശുരൂപം ഞാൻ എൻ്റെ നെഞ്ചിൽ ചേർത്ത് വയ്ക്കും. അമ്മേ, ഈശോയുടെ തിരുരക്തം അമ്മയുടെ കൈകൊണ്ട് തന്നെ എനിക്ക് പുരട്ടി തരണം. അങ്ങനെ ഈ രോഗം ഒരിക്കലും, ഈ ഫൈബ്രോയിഡ് വളരാൻ അമ്മ അനുവദിക്കരുതെന്ന്. അങ്ങനെ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ നാട്ടിലെത്തി. ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അവിടെ ഡോക്ടറെ കണ്ട സകല സർട്ടിഫിക്കറ്റുകളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇവിടെ ഓഫീസിൽ കണ്ടു. അച്ഛനെ കാണാനുള്ള അനുവാദം എനിക്ക് ലഭിച്ചു. അച്ഛൻ എൻ്റെ പേപ്പറുകൾ നോക്കിയിട്ട്, എൻ്റെ സ്കാനിങ് റിപ്പോർട്ടുകൾ നോക്കിയിട്ട് ഇതാരാണ് പേഷ്യൻ്റെന്ന് ചോദിച്ചു. ഞാനാണെന്ന് പറഞ്ഞു. അച്ഛൻ പരിശുദ്ധ തൈലം എൻ്റെ നെറ്റിയിൽ പുരട്ടി തന്നിട്ട് പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്ന്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം സ്കാനിങ്ങിന് പോയി. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ ഫൈബ്രോയിഡ് ഒരു ചെറുതാണ്, ഒന്നുകൊണ്ടും പേടിക്കാനില്ല, അതിനൊരു വളർച്ചയൊന്നും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. അതിനുശേഷം ഞാൻ വീണ്ടും ദുബായിലേക്ക് തിരിച്ചുപോയി ജോലി ചെയ്തു. കൃപാസനം പത്രം മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുമ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യും. അമ്മയെക്കുറിച്ച് പറയാൻ എനിക്ക് 100 നാവായിരുന്നു. എല്ലാവരോടും അമ്മയെക്കുറിച്ച് പറയാൻ. ഞാൻ ഒരു ദിവസം എൻ്റെ ജോലി സ്ഥലത്ത്, എപ്പോഴും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം, എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് ജപമാല ചൊല്ലുവാൻ ഇഷ്ടംമാതിരി സമയമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ജപമാല ചൊല്ലി, ഞാൻ എൻ്റെ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഉറക്കം വന്നു. ഞാൻ കുറച്ചു നേരം അവിടെ കിടന്നു. അപ്പോൾ ഒരു പൈശാചികമായി സ്വപ്നം ഞാൻ കണ്ടു. പെട്ടെന്ന് തന്നെ എന്നെ ഒരു ശക്തി, ഞാൻ ബെഡിൽ നിന്ന് വലിച്ചു പൊക്കുന്നത് പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. പെട്ടെന്ന് ഞാൻ കണ്ടത്, ഈ കൃപാസനം അൾത്താരയിലിരിക്കുന്ന പരിശുദ്ധ അമ്മ എൻ്റെ പോക്കറ്റിൽ കിടന്ന ജപമാല അമ്മയുടെ കയ്യിലിരിക്കുന്നതും, അമ്മ എൻ്റെ മുൻപിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മയെ കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ആ പൈശാചിക ശക്തിയിൽ നിന്നും, ആ സ്വപ്നത്തിൽ നിന്നും അമ്മ എന്നെ വിടുതൽ നൽകി, എന്നെ രക്ഷിച്ചു. കൂടാതെ വീണ്ടും എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ എല്ലാ ദിവസവും ആഴ്ചയിലെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൃത്യം ലൈവ് തന്നെ കൂടണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതിന് സമയമുണ്ടാക്കി ഞാൻ പ്രത്യേകം ധ്യാനം കൂടും. ആ ധ്യാനം കൂടുന്ന സമയത്തും എൻ്റെ കൈകൾക്കും കാലുകൾക്കും പെട്ടെന്ന്, കയ്യിലും കാലിലും മൊത്തമായിട്ട് നീര് വന്നു. ജോലി ചെയ്യുന്ന സമയത്ത്
ഞാൻ നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ കൈകളും കാലുകളും നീരും വേദനയുമാണ് എനിക്ക്. ജപമാല റാലിയിൽ ഒക്ടോബർ 2024 ജപമാല റാലി ഇവിടെ ആരംഭിച്ചപ്പോൾ ഞാൻ എൻ്റെ ബെഡിൽ എഴുന്നേറ്റിരുന്ന് ഇവിടെ ജപമാല റാലി ആരംഭിച്ച സമയത്ത് ഞാൻ എഴുന്നേറ്റിരുന്ന് ജപമാല ചൊല്ലി പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിച്ചു. അടുത്ത വർഷം ജപമാല റാലിയിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ഒരുക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് എനിക്ക് വീണ്ടും കാലുവേദനയും കൈവേദനയും എല്ലാം ഉണ്ടായി. എൻ്റെ കൈകളിലും കാലുകളിലും ഭയങ്കരമായി നീര് വന്നു. ആ നീര് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നിന്ന് ജോലി ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന ഒരു രോഗമാണ്. ഇത് ഇറച്ചിക്കകത്ത് മാംസത്തിനകത്തിരുന്നുള്ള വേദനയാണ്. ഇത് കുറേ നാൾ മരുന്ന് കഴിക്കേണ്ടി വരും, അല്ലാതെ ഇത് പെട്ടെന്നൊന്നും മാറില്ല. എല്ലാ മാസവും രാജഗിരി ഹോസ്പിറ്റലിൽ പോകും, 10,000-7,000 രൂപയുടെ മരുന്ന് മേടിക്കും. അങ്ങനെ ഒരു 5-6 മാസം ഞാൻ മടുത്തു ഗുളിക കഴിച്ച്. അവസാനം ഞാൻ സെപ്റ്റംബറിൽ 2025 സെപ്റ്റംബർ മാസം അവസാനമായി രാജഗിരി പോയിട്ട് വന്നപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇനി ഞാൻ ഗുളിക കഴിക്കണില്ല, ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കണം. ജപമാല റാലിയിൽ എത്ര നീരോ വേദനയോ വന്നാലും ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കും. ഞാൻ എൻ്റെ ഗുളിക സ്റ്റോപ്പ് ചെയ്തിട്ട് ജപമാല റാലി ഒക്ടോബർ 28-ാം തീയതിയിൽ ജപമാല റാലിയിൽ ഒരാഴ്ച മുമ്പ് എൻ്റെ കാലിന് നീര് കൂടി, വേദനയും കൂടി. ആ വേദന കൂടിയപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, ഞാൻ വീണു പോയില്ലെങ്കിൽ അമ്മേ, എത്ര നീരോ വേദനയോ എനിക്ക് വന്നാലും ജപമാല റാലിയിൽ ഞാൻ പങ്കെടുക്കുമെന്ന്. അങ്ങനെ ജപമാല റാലിയിൽ എൻ്റെ നീരും വേദനയും ഒന്നും വകവയ്ക്കാതെ ജപമാല റാലിയിൽ പങ്കെടുത്തു. എനിക്ക് യാതൊരു പ്രശ്നങ്ങളും കൂടാതെ പൂർണ്ണമായും പങ്കെടുത്ത് ജപമാല റാലിയിൽ പങ്കെടുത്ത് അർത്തുങ്കലിൽ കയറി കുർബാന കണ്ട് തിരിച്ചു പോന്നു. അത് പിന്നെ ഇന്ന് ഈ ദിവസം വരെ ഞാൻ ആ അസുഖത്തിന് ഗുളിക കഴിച്ചിട്ടില്ല. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. വിശുദ്ധ കുർബാന ഞാൻ പറ്റുന്ന സാഹചര്യങ്ങളിലെല്ലാം കുറേ മുടക്കം എനിക്ക് വന്നിട്ടുണ്ട്, കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ. എന്നാൽ ഇപ്പോൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അതുപോലെ ജപമാല എന്നെ നയിക്കുന്നത് ജപമാലയാണ്. നമ്മളുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ ഞാനിപ്പോൾ പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവാണ്. അമ്മയോട് ഞാൻ പറയും, നമ്മൾ ഓരോ കാര്യങ്ങളും സാധിച്ചു താട്ടെ എന്ന് അമ്മയോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാനായിലെ കല്യാണ വിരുന്നിന് അമ്മ അവർ പോലും അറിയാതെയാണ് അവരുടെ ആവശ്യം സാധിച്ചു കൊടുത്തത്. അതുപോലെ ഞാൻ അമ്മയോട് പറയും, അമ്മ സഞ്ചാരി മാതാവല്ലേ, തിരുക്കുമാരനെ കൂട്ടിക്കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു വാ. അവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ അമ്മയോട് ഒന്നും പറയണ്ടല്ലോ, എനിക്കത് സാധിച്ചു താട്ടെ, ഈ കാര്യം വേണമെന്ന് ഒന്നും പറയണ്ട. അമ്മ നേരിട്ട് കാണുമ്പോൾ അമ്മയ്ക്കറിയാലോ എനിക്ക് എന്താ വേണ്ടതെന്ന്. അമ്മ ഈശോയോട് പറയണമേ, സഞ്ചാരി മാതാവായി എൻ്റെ ഭവനത്തിൽ വരണമേ എന്ന് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും അമ്മയെ സഞ്ചാരി മാതാവായി നമ്മുടെ ഭവനങ്ങളിലേക്ക് ക്ഷണിച്ചാൽ അമ്മ നമ്മളെ ഉപേക്ഷിക്കുകയില്ല. ഒരപമാനത്തിൽ നിന്നോ ഒരു കുറവുകളിൽ നിന്നോ നമ്മളെ രക്ഷിക്കാൻ അമ്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അമ്മ ഈശോയോട് നമ്മൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കും. കൂടാതെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എന്നാലാവുന്ന രീതിയിൽ ഞങ്ങൾ താമസിക്കുന്നിടത്ത് അവിടെ അനാഥ മന്ദിരമുണ്ട്, വൃദ്ധ മാതാപിതാക്കൾ താമസിക്കുന്ന കോൺവെൻറ്റുകളുണ്ട്. അവിടെ ഭക്ഷണത്തിന് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുകയും അതുകൂടാതെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം ചെയ്യാനും സഹായം ചോദിക്കുന്ന ആരെയും ഉടമ്പടിയിലായിരിക്കുന്ന നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. എനിക്ക് ആരെങ്കിലും അമ്മയെക്കുറിച്ച് പറയാൻ ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും ജോലിക്ക് പോകുമ്പോൾ ആരെ കണ്ടാലും എന്തെല്ലാം വേദനകൾ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അവരോട് അമ്മയെക്കുറിച്ചും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണ കാര്യങ്ങളും പറയാൻ ആവുന്നത്ര ശ്രമിക്കാറുണ്ട്. ജപമാലയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്ന ശക്തി. പരിശുദ്ധ അമ്മയും മാതാവേ, തിരുക്കുമാരനും അമ്മയോടും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മരണം വരെ ജീവിക്കുവാൻ എന്നെ യോഗ്യയാക്കണമേ. അറിഞ്ഞോ അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോടും എൻ്റെ കുടുംബത്തിനു വേണ്ടി തിരുക്കുമാരനോട് മധ്യസ്ഥ അപേക്ഷിക്കണമേ എന്ന് ഞാൻ യാചിച്ചുകൊണ്ട് എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 28-ാം തിരുവചനം. അവൾ മറുപടി പറഞ്ഞു, കർത്താവേ, അത് ശരിയാണ്. എങ്കിലും മേശയ്ക്ക് കീഴെ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പക്കഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. അവൻ അവളോട് പറഞ്ഞു, ഈ വാക്കുമൂലം നീ പോയിക്കൊള്ളുക. കാനാൻകാരി സ്ത്രീയുടെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കാറില്ല എന്ന് ഈ സ്ത്രീ വന്ന് ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ ആ സ്ത്രീയുടെ വിശ്വാസമായിരുന്നു, മേശയിൽ നിന്ന് വലിച്ചെറിയുന്ന അപ്പക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ ടിഷ്യൂ നായ്ക്കൾ കഴിക്കാറുണ്ടല്ലോ, അതെങ്കിലും എനിക്ക് തരണേ എന്നുള്ള
ഒരു യാചനയായിരുന്നു ഈ സ്ത്രീ ഈശോയോട് ചെയ്തത്. ആൻസി എന്ന ഈ സഹോദരി ഇവിടെ വന്ന് അവരുടെ നിരവധിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഈശോ അവർക്ക് സൗഖ്യവും സൗഭാഗ്യവും നൽകിയ വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറഞ്ഞത്. ഈ മകൾക്ക് കയ്യിലുണ്ടായ ഫൈബ്രോയിഡ്, ചെറിയ ചെറിയ കുരുക്കളെല്ലാം ഇവിടുത്തെ നേർച്ച വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം മൂലം, ശക്തമായ പ്രാർത്ഥന മൂലം ഈശോ അത് സൗഖ്യപ്പെടുത്തിയെന്നും അതുപോലെ തന്നെ ജോലിസ്ഥലത്തുണ്ടായ എല്ലാ സംഘർഷങ്ങളും ജീവിതഭാരം ലഘൂകരിച്ചുകൊണ്ട് ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മ തന്നെ അവർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരുടെ വലിയ സാമീപ്യം, പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അറിയിക്കുകയും ഒരു വലിയ സാന്ത്വനത്തിൻ്റെ ആശംസകൾ നേരുകയും ചെയ്ത ഒരു വലിയ സാക്ഷ്യമാണ്. മകളുടെ വലിയ ആഗ്രഹമായിരുന്നു ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്നുള്ളത്. എത്ര തന്നെ ഒരു പ്രത്യേക മാംസപേശികളുടെ വേദനയുള്ള ഒരു പ്രത്യേകതരം അസുഖം ഈ മകൾക്ക് പിടിപെട്ടപ്പോൾ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ തൈലം പൂശിക്കൊണ്ടാണ് ഈ മകൾ ആ ജപമാല റാലിയിൽ കംപ്ലീറ്റ് ചെയ്യുവാനും പൂർണ്ണമായും ഈശോയിൽ ആശ്രയിക്കുവാനും തൻ്റെ ഒരു യോഗ്യതകളുമില്ല, അങ്ങ് മാത്രമാണ് എനിക്ക് കൃപ നൽകുന്നതെന്ന് ഏറ്റുപറയുവാനും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനും വേണ്ടിയുള്ള ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതി ഏറ്റെടുക്കുകയും ചെയ്ത യാൻസി എന്ന സഹോദരിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളുമാണ് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ അയോഗ്യതകളിലും എല്ലാ അസ്വസ്ഥതകളിലും ഈശോ നമ്മെ അനുഗ്രഹിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്